SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകനും BDJS സംസ്ഥാന ചെയർമാനുമായ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിസഭയിലേക്കെന്ന് സൂചന. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം തിരക്കിട്ട രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ഇനി ഒഴിവ് വരുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്തെ രാജ്യസഭാ സീറ്റിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിച്ച് കേന്ദ്രമന്ത്രിയാക്കുന്നതിനുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ നീക്കം BJP കേന്ദ്ര നേതൃത്വത്തിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അറിവോടെയാണെന്നും പറയുന്നു. ഇപ്പോൾ തുഷാറിനെ കേന്ദ്രമന്ത്രിയാക്കിയാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ ഗുണമുണ്ടാകുമെന്ന് BJP കരുതുന്നു. സംസ്ഥാനത്ത് SNDP നിയന്ത്രിക്കുന്ന ഈഴവ വോട്ടുകൾ വളരെ നിർണായകമാണ്. സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ നിശ്ചയിക്കുവാൻ കരുത്തുള്ള വോട്ട് ബാങ്കാണ് ഈഴവ വോട്ടുകൾ. തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രി ആക്കുന്നത് വഴി ഈ ഈഴവ വോട്ടുകൾ പൂർണ്ണമായും തങ്ങൾക്ക് ലഭിക്കുമെന്ന് BJP നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായതിനു ശേഷം ആദ്യത്തെ NDA യോഗം പോലും കൂടിയത് ചേർത്തലയിലായിരുന്നു. ഇതുതന്നെ ചില ലക്ഷ്യങ്ങളുടെ പുറത്തായിരുന്നു. കേരളത്തിൽ ഈഴവ സമുദായ അംഗങ്ങളും അതിന്റെ നേതൃത്വവും ഏറ്റവും അധികമുള്ള ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നടന്ന യോഗം തന്നെ BJPയുടെ കൗശല ബുദ്ധി തുറന്നു കാട്ടുന്നതാണ്. കാലങ്ങളായി ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിനായിരുന്നു ലഭിക്കാറുണ്ടായിരുന്നത്. പല ഇടതു സർക്കാരുകളെയും അധികാരത്തിൽ കയറ്റിയത് പോലും ഈഴവ വോട്ടുകൾ തന്നെയായിരുന്നു. ഈ വോട്ട് ബാങ്കിലാണ് ഇപ്പോൾ BJPയുടെ കണ്ണ്. ഏറെക്കുറെ ആ വോട്ട് ബാങ്ക് വരുതിയിലാക്കുവാനുള്ള നീക്കങ്ങളും BJP പൂർത്തിയാക്കിയിട്ടുണ്ട്. മാണി കോൺഗ്രസും RJDയും മുന്നണിയുടെ ഭാഗമായ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF തുടർഭരണം നേടിയത്. 2016 ശേഷം ഏതാണ്ട് 15% വോട്ട് നേടി വന്നിരുന്ന BJP 12.47% ചുരുങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ ചിത്രം മാറിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ കനത്ത തോൽവിയെക്കുറിച്ച് 5 ദിവസം പാർട്ടി ചർച്ച ചെയ്തിരുന്നു. ഇടതുമുന്നണിയുടെ തോൽവിയുടെ മുഖ്യ കാരണങ്ങളിലൊന്ന് ഈഴവ വോട്ടുകളിലെ ചോർച്ചയാണെന്ന് CPM അന്ന് കണ്ടെത്തിയിരുന്നു. പാർട്ടിയുടെ കണ്ടെത്തൽ പോലെ തന്നെ പരമ്പരാഗതമായി CPMന് വോട്ട് ചെയ്യുന്നവരാണ് ഈഴവർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമാണവർ. ജനസംഖ്യയുടെ ഏതാണ്ട് 23% വരും ഈ OBC വിഭാഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായ ഈഴവ സാന്നിധ്യമുള്ള മിക്കവാറും മണ്ഡലങ്ങളിൽ NDA മുന്നണിക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ആലപ്പുഴയുടെ കാര്യം നോക്കുക. 2019 കനൽത്തരിയായിരുന്ന AM ആരിഫിന്റെ വോട്ട് ഇത്തവണ 8.76% കുറഞ്ഞു. 40.96 നിന്ന് 32.21%. കുറഞ്ഞ വോട്ടുകളാവട്ടെ 1 ലക്ഷത്തിലധികവും. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 28%-ലധികം വോട്ട് നേടി. 2019 ഇവിടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടിയത് 17.24% വോട്ടുകൾ മാത്രമായിരുന്നു. കേരളത്തിലെമ്പാടും കാര്യമായ മുന്നേറ്റം നടത്താൻ BJPക്കായതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഈഴവ വോട്ടുകളിലെ ചോർച്ച തന്നെ. CPMന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ പോലും പലയിടത്തും BJP ശക്തി തെളിയിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ V മുരളീധരൻ തുടങ്ങിയവരുടെ വോട്ട് വർധനവിലും തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ ഉജ്ജ്വല വിജയത്തിലും നിർണായകമായി മാറിയതും ഈഴവ വോട്ടുകൾ തന്നെയായിരുന്നു. സ്വത്ത് രാഷ്ട്രീയത്തെ സംഘടിപ്പിക്കാനും കൂടെ നിർത്താനും CPM ശ്രമിച്ചത് അവർക്ക് തന്നെ തിരിച്ചടിയാവുകയായിരുന്നു. പല സമുദായ നേതൃത്വങ്ങളെയും ഒപ്പം കൂട്ടിയ BJP താഴെത്തട്ടിൽ പ്രവർത്തിക്കാതെ തന്നെ ആ സമുദായങ്ങളെ തങ്ങളോടടുപ്പിച്ചു. ഒരുപക്ഷെ ഈ വെല്ലുവിളി മുന്നിൽ കണ്ട് ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും BJP പിന്തുടർന്നു. ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ അവർ തീവ്ര പരിശ്രമം നടത്തി. തൃശൂരിലെങ്കിലും ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ അവസ്ഥയും വിഭിന്നമല്ല. ഈഴവ സമുദായത്തിൽ നിന്നും നല്ല നേതാക്കന്മാർ ഇല്ലാത്തത് കോൺഗ്രസിനും തിരിച്ചടിയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പ്രശ്നം തരണം ചെയ്യാൻ CPMും കോൺഗ്രസും ഏറെ തലപുകയ്ക്കേണ്ടി വരും. മുമ്പില്ലാത്ത വിധമുള്ള അഴിമതി ആരോപണങ്ങളുടെയും ഇരട്ട ഭരണവിരുദ്ധ വികാരത്തിന്റെയും പ്രതിപക്ഷ പരാജയത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും.